ഹലോ അസ്സലാമു അലൈക്കും. എങ്ങനെ തുടങ്ങണമെന്നൊന്നും എനിക്കറിയില്ല. ഞാൻ ആദ്യമായിട്ടാണ് വീഡിയോ എടുക്കുന്നത്. എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ എല്ലാവരും ക്ഷമിക്കുക. ഞാൻ എൻ്റെ വീടൊന്ന് ചുരുക്കാക്കിയാലേ കുറച്ച് പ്രൊഡക്റ്റ് ഓർഡർ ചെയ്തിരിക്കണം ആമസോണിൽ നിന്ന്. അപ്പം ആമസോണിൽ നിന്ന് ഓർഡർ ചെയ്ത ആ പ്രൊഡക്റ്റൊക്കെ നിങ്ങളെ കാണിച്ചു തരാമെന്ന് കരുതിയിട്ടാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്. അപ്പം വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ട് എന്താണെന്നൊന്നും എനിക്കറിയില്ല. അപ്പം ഞാൻ കാണിക്കുന്ന പ്രൊഡക്റ്റ് കാണാൻ നല്ല രസമുണ്ട് കേട്ടോ, അടിപൊളിയാണ്. പക്ഷേ ഞാൻ തൊട്ടിച്ചാൽ എന്താകുന്നില്ല പേടിയിലാണ് ഞാൻ. ഇതിൻ്റെ വില ഞാൻ അതിൽ കാണിക്കുന്നുണ്ട് കേട്ടോ. ഇത് ആമസോണിൽ നിന്നാണ് പർച്ചേസ് ചെയ്തത്. നല്ല രസമുണ്ടെന്ന് പറഞ്ഞാൽ നല്ല രസമുണ്ട് കാണാൻ. നല്ല അടിപൊളി പ്രിൻ്റ് കേട്ടോ, നല്ല സ്റ്റാൻഡേർഡ് സാധനമാണ്. ഈ പ്രിൻ്റ് സിൽവർ കളറിലാണ് വന്നിരിക്കുന്നത്. നല്ല രസമുണ്ട്. ഞാൻ 4 ഓർഡർ ചെയ്തിരിക്കുന്നത്. ഒന്നിനാണ് 189 രൂപ കേട്ടോ. കാണാൻ നല്ല രസമുണ്ടത്. പിന്നെ ചെയ്തു വന്നാൽ എന്താകുന്നില്ലതുള്ളൂ എനിക്ക് പേടി. ഇതിൻ്റെ ചൊറുക്ക് നോക്കി നിൽക്കുക തന്നെയാണ് ഞാൻ. പിന്നെ വേറൊരു അടിപൊളി സാധനം കേട്ടത്. നല്ല രസമുണ്ടെന്ന് പറഞ്ഞാൽ കാണാൻ നല്ല തിളങ്ങുന്ന സാധനം. ഇത് ഇപ്പോൾ കണ്ണാടിയൊക്കെ അല്ലേ നമ്മളെ, അതിനൊക്കെ ബോർഡർ കൊടുക്കാനും പിന്നെ ചുമരിനൊക്കെ ബോർഡർ കൊടുക്കാം. പക്ഷേ ഇതൊക്കെ ചുമരിന് ബോർഡർ കൊടുക്കുമ്പോഴത്തേന് അത്യാവശ്യം നല്ല പ്രൈസ് ആവും കേട്ടോ. പക്ഷേ കാണാൻ അടിപൊളിയാണ്, എനിക്കിഷ്ടപ്പെട്ടു. ഇതൊക്കെ ഒട്ടിച്ചാൽ എന്താകും എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഞാൻ ഒട്ടിച്ചാൽ കേട്ടോ, അല്ലാതെ ഇതിൻ്റെ വീഡിയോസൊക്കെ കണ്ട് ഓരോരുത്തർ ഒട്ടിക്കണത് കണ്ടപ്പോൾ അടിപൊളിയായിട്ട് തോന്നിയിട്ട് വാങ്ങിയതാണ്. പിന്നെ അടുത്ത ഈ പ്രൊഡക്റ്റ്, ഇത് വൈറ്റ് കളറിലാണ്, പ്യുവർ വൈറ്റാണ്. പക്ഷേ മറ്റേതിന് വെച്ച് നോക്കുമ്പം ഇത് അത്ര വലുതല്ല, ചെറുതാണ്. അതാണ് ഞാനിങ്ങനെ നോക്കുന്നത്. ഇതിപ്പോൾ അതിനെക്കാട്ടിലും ചെറുതാണല്ലോ റബ്ബേ, ഇത് വലിപ്പം ഉണ്ടാകൂലേ, ഇപ്പം എന്താ ചെയ്യുക എന്നൊക്കെയാണ് ഞാൻ നോക്കണത്. എന്തായാലും നമ്മൾ തൊട്ടിക്കാനൊക്കെ വിചാരിച്ചില്ല, അപ്പോൾ ഒട്ടിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഞാൻ വീണ്ടും ഇതിങ്ങനെ വെച്ച് നോക്കണം. അതിൻ്റെ അത്ര വലുപ്പതില്ലല്ലോ, ഇനിയിപ്പോൾ എന്താ ചെയ്യുക, ശരിയാകൂലേ ഒട്ടിച്ചാൽ, അങ്ങനെയൊക്കെ ഉണ്ട്. പിന്നെ എൻ്റെ ഭാഷയിൽ ചെറിയ പ്രശ്നം വരും. ഞാൻ മലപ്പുറക്കാരത്തിയാണ്, അപ്പം അതിൻ്റേതായിട്ടുള്ള ഭാഷാ പ്രശ്നങ്ങൾ എനിക്കുണ്ടാവും കേട്ടോ. പിന്നെ ഇതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതാണ് ഇത് കേട്ടോ. കാണാൻ നല്ല രസമുണ്ട്. ചുമരുമേലൊക്കെ തൂക്കിയിട്ട് നല്ല ഭംഗിയുണ്ട് കാണാൻ. ഞാൻ കുറേ ചുമരുമേലൊക്കെ തൂക്കി നോക്കി. അതിൻ്റെ ചൊറുക്ക് കണ്ട് കുറച്ച് നേരമൊക്കെ ഇരുന്ന് കേട്ടോ. വൈറ്റ് വാളിൽ നല്ല ഭംഗിയുണ്ട് തൂക്കിയിട്ട് കാണാൻ. നല്ല വലിയ ഉറപ്പൊന്നും ഇല്ലെങ്കിലും അങ്ങനെ തൂക്കി ടൈമിൽ പിടിച്ച് തൂങ്ങേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, നല്ല സാധനമാണ്, നല്ല ഭംഗിയുണ്ട് കാണാൻ. ഇതിൻ്റെ വില ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. എല്ലാവരും ചെക്ക് ചെയ്ത് നോക്കി. ആമസോണിൽ തന്നെയാണ് വാങ്ങിയത്. പിന്നെ അടുത്ത പ്രൊഡക്റ്റ് ഇങ്ങനെ തുറന്ന് നോക്കുകയാണ്, എന്താണെന്ന് എനിക്ക് ഓർമ്മയില്ല സത്യത്തിൽ. ഇതും ബോർഡർ കൊടുക്കുന്നത് തന്നെയാണ് കേട്ടോ ചുമരിന്. ഇത് 269 രൂപയാണ്. വീതി കുറവാണ്, കുഴപ്പമില്ല, ബോർഡർ കൊടുക്കുന്നാലും ഇത് അത്യാവശ്യമുണ്ട് കേട്ടോ. മറ്റേ ബോർഡർ കൊടുക്കണേക്കാട്ടിൽ അത്യാവശ്യത്തിനുണ്ട്, വലിപ്പമുണ്ട്. ഇങ്ങനെ ചുമരുമൊക്കെ ബോർഡർ കൊടുത്തിട്ട് ഞാനിതൊക്കെ ഒട്ടിക്കണ വീഡിയോ നിങ്ങൾക്ക് കാണിച്ചു തരാം. ശരിയായാലും ഇല്ലെങ്കിലും ഞാൻ കാണിച്ചു തരുന്നുണ്ട്. ശരിയാകുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. അതെങ്ങാനും ശരിയായിട്ടില്ലെങ്കിൽ അതാണ് പ്രശ്നം. പിന്നെ അടുത്ത പ്രൊഡക്റ്റ് എന്താണ് പൊളിച്ചിങ്ങനെ നോക്കുകയാണ് ഞാൻ. അപ്പം ഇതെന്താണെന്ന് വെച്ചാൽ നമ്മളെ കർട്ടനൊക്കെ ഫിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കൂലേ. അപ്പോൾ ചുമരുമേൽ ആണി തറക്കണ്ടല്ലോ. ഇത് ചുമരുമേലൊന്നും ആണി തറക്കേണ്ട ആവശ്യമില്ല. ആ സ്റ്റിക്ക് ഇത് ഞാൻ കാണിച്ചു തരുന്നുണ്ട്, പിന്നീട് കാണിച്ചു തരുന്നുണ്ട്. പിന്നെ ഞാൻ വ്ളോഗ് എടുക്കുമ്പം അതിൽ കാണിച്ചു തരുന്നത് എങ്ങനെ ചെയ്യേണ്ടതെന്നൊക്കെ ഉള്ളത്. ഇത് നമുക്ക് ജനലിൻ്റെ 2 സൈഡിലും ഇത് വെച്ചിട്ട് അതിൽ സ്റ്റിക്ക് ഇറക്കി വെച്ചിട്ട് അതിൽ കർട്ടന് ഉപയോഗിക്കണതാണ്. അപ്പം നമ്മൾ ചുമരൊന്നും സ്ക്രൂ ചെയ്തുകൊണ്ട് വൃത്തികേടാക്കേണ്ട ആവശ്യമില്ല. നമുക്കിത് ആവശ്യമില്ലാത്ത സമയത്ത് എടുത്ത് കളയുകയും ചെയ്യാം. ഞാനിപ്പോൾ എന്താ ആലോചിക്കണമെന്ന് പറഞ്ഞാൽ 4 പീസാണിത് വാങ്ങിയത്. പക്ഷേ ഇത് വന്നപ്പോൾ 5 പീസുണ്ട്. അപ്പോൾ ഞാൻ ആദ്യം വിചാരിച്ചു ഇതങ്ങനെ 6 പീസാണോ, ഒന്നും കൂടി ചെക്ക് ചെയ്ത് നോക്കി. ഇല്ല, ഇത് 5 തന്നെ ഉള്ളൂ. അപ്പോൾ ഓൾക്ക് മാറിപ്പോയതാ, ഒന്ന് എനിക്ക് ഫ്രീ കിട്ടിട്ടോ. അടുത്ത പ്രൊഡക്റ്റ് നമ്മൾ ചുമരിലൊക്കെ സ്ക്രൂ ചെയ്യുന്നതിന് പകരം ഒട്ടിക്കണ ഒരിതാണ്. ഇത് ഒട്ടിച്ചിട്ട് ഞാൻ ആദ്യം 2 വർഷം മുമ്പ് നമ്മുടെ വീട്ടിൽ കിച്ചണിൽ ഇത് ഒട്ടിക്കാൻ വേണ്ടിയിട്ട് വാങ്ങിയിരുന്നു കേട്ടോ. നല്ല സ്റ്റിക്കാണ്, ഒരു പ്രശ്നമില്ല. ഇപ്പോഴും ആ സ്റ്റാൻഡ് അത് തന്നെയാണ് നിൽക്കുന്നത്. ഞാൻ ലാസ്റ്റ് ഈ വീഡിയോയിൽ കാണിച്ചു തരാം. ആ സ്റ്റിക്ക് നല്ല അടിപൊളിയായിട്ട് അവിടെ തന്നെ സ്റ്റിക്കായിട്ട് നിൽക്കുന്നത്. 2 വർഷമായി, ഒന്നും സംഭവിച്ചിട്ടില്ല. നല്ല ഹെവി പ്രൊഡക്ട്സൊക്കെ ഞാൻ അതിന്മേൽ വെച്ചിട്ട് ഒന്നും സംഭവിച്ചിട്ടില്ല. ഇതിൽ 10 പീസാണുള്ളത്. നല്ല വെറുത്തുള്ള സംഭവമാട്ടോ, നല്ല അടിപൊളിയാണ്. ഉപയോഗിച്ചിരുന്നു. പിന്നെ അടുത്തത് ടേബിൾ മാറ്റാണ് വാങ്ങിയിട്ടുള്ളത്.
ടേബിൾ മാറ്റ് എന്താ നല്ല ജൂട്ടിൻ്റെ നല്ല മെറ്റീരിയലാണ്, അടിപൊളി മെറ്റീരിയലാണ്, കുഴപ്പമൊന്നുമില്ല. പക്ഷെ എന്താണെന്ന് വെച്ചാൽ ഇവിടുത്തെ ടേബിളിന് അത് ലെങ്ത്ത് കുറവാണ്. കുഴപ്പമൊന്നുമില്ല, എന്താ അഡ്ജസ്റ്റ് ചെയ്യുക. പക്ഷെ നല്ല സാധനമാണ് കേട്ടോ, നല്ല പ്രൊഡക്റ്റാണ്, നല്ല പ്രൊഡക്റ്റാണ്, നല്ല ജൂട്ടിൻ്റെ പ്രൊഡക്റ്റാണ്. കാണാനും നല്ല രസമുണ്ട്, നല്ല അടിപൊളി സാധനമാണ്, കുഴപ്പമൊന്നുമില്ല. ഞാനിതിങ്ങനെ എന്താണെന്നറിയോ അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചൊക്കെ നോക്കുന്നുണ്ട്. നല്ല രസമുണ്ട് കാണാൻ. ഇത് പൊട്ടിക്കുമ്പോൾ നല്ല രസമല്ലേ നമുക്കിങ്ങനെ. നമ്മൾ പർച്ചേസ് ചെയ്ത് പൈസ കൊടുത്തതാണെങ്കിൽ നമുക്കിതിങ്ങനെ പൊട്ടിച്ച് ബോക്സൊക്കെ പൊട്ടിക്കണത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഞാനതിങ്ങനെ നോക്കിക്കാണ്. ഇപ്പം ഞാൻ ഈ കാണിക്കുന്നതിൻ്റെ വില എനിക്ക് സത്യത്തിൽ അറിയില്ല. ഇത് ശരിക്കും ക്രാഫ്റ്റിനൊക്കെ ഉപയോഗിക്കണ തൂവൽ പോലത്തെ സാധനമാണ്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള തൂവലാണ്. അപ്പോൾ ഞാൻ ഈ സിലിക്കോണിൻ്റെ മോൾഡ് വാങ്ങിയിട്ട് ഞാൻ അതിൽ വൈറ്റ് സിമെൻറ്റ് ഒഴിച്ചിട്ട് കുറച്ച് ഫ്ലവർ ബോട്ടിൽസൊക്കെ ഉണ്ടാക്കിയിരുന്നു. അപ്പോൾ ഏതായാലും വീട് ഡെക്കോർ ചെയ്യുന്ന കൂട്ടത്തിൽ അപ്പോൾ ആ ബോട്ടിലിൽ വെക്കാൻ വേണ്ടിയിട്ട് വാങ്ങിയതാണ്. നല്ല അടിപൊളിയിട്ട് വെച്ചിട്ട് നല്ല രസമുണ്ട് കാണാൻ. അപ്പോൾ നമുക്കത് എവിടെയെങ്കിലുമൊക്കെ ഇങ്ങനെ വെക്കാമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വാങ്ങിയതാണ്. എനിക്ക് നല്ലോണം ഇഷ്ടമായി കേട്ടോ അത് അതിൽ വെച്ചപ്പോൾ നല്ല രസമുണ്ട്. ഈ മോൾഡ് ചെറുതായിരുന്നു, അപ്പോൾ അതൊക്കെ കറക്റ്റാണ്. ഞങ്ങളോട് പറഞ്ഞില്ലേ 2 വർഷം മുമ്പ് വാങ്ങിയതാണ് ഈ സ്റ്റിക്ക്, കുഴപ്പമൊന്നുമില്ല, നല്ല സാധനമാണ് കേട്ടോ അത്. അപ്പം എൻ്റെ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. പിന്നെ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറയുക, ശരിയാക്കാൻ നോക്കാം. ആദ്യമായിട്ട് വീഡിയോ ചെയ്യാണ്, എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ എല്ലാവരും ക്ഷമിക്കുക. വീഡിയോ എടുക്കാനൊന്നും എനിക്കറിയില്ല സത്യത്തിൽ. ഞാൻ എന്നെക്കൊണ്ട് കഴിയണ പോലെ വീഡിയോ എടുത്തതാണ്. അപ്പോൾ എല്ലാവർക്കും അസ്സലാമു അലൈക്കും.